ആദ്യമേ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നിങ്ങളെ ആരെയും ഞാൻ പറ്റിച്ചതല്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് സ്റ്റോറി തരാമെന്നും പറഞ്ഞ് ഞാൻ പോയ പോക്കാണ്. മനഃപൂർവ്വം അല്ല. സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചിരുന്നു. പക്ഷേ ഇടാൻ സമയമായപ്പോഴാണ് അറിയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു കുഞ്ഞു മോള് ഈശ്വരൻ്റെ അടുത്ത് പോയെന്നുള്ളത്. പിന്നെ ഉള്ള ആ ദിവസങ്ങളിലൊന്നും വോയിസ് ചെയ്യാനോ ഒന്നിനും ഉള്ള ഒരു മൂഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പ് എടുത്തത് കേട്ടോ. അപ്പം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ബിഗ് സോറി കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ബാക്കി സ്റ്റോറി എന്തെന്ന് ചോദിച്ചു. അപ്പം അവസാന ഭാഗത്തേക്ക് പോകാമല്ലേ. ഭാഗം 2. രചനാ സംഭാഷണം മൈഥിലി മിത്ര. അയ്യോ അമ്മേ. അത്താഴം കഴിഞ്ഞ് മുകളിലത്തെ മുറികളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങിയപ്പോഴാണ് ആരുടെയോ ഉച്ചത്തിലുള്ള കരച്ചിൽ ഇന്ദ്രൻ്റെ ചെവിയിൽ വന്ന് പതിച്ചത്. ആദ്യം അതവൻ അത്രയ്ക്ക് കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ ആ നിലവിളി പോലുള്ള ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടതും മുന്നും പിന്നും ആലോചിക്കാതെ അവൻ മുൻവാതിലിലൂടെ ഉമ്മറത്തേക്ക് ഇറങ്ങി. ആ നാലുകെട്ടിൻ്റെ മുൻഭാഗത്തെ മുറ്റം മുഴുവൻ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു നടന്നു. പക്ഷേ ഇന്ദ്രൻ അവിടെ ആരെയും കാണാൻ സാധിച്ചിട്ടില്ല. തൻ്റെ തോന്നലാവോ എന്ന് ചിന്തിച്ച് ഇന്ദ്രജിത്ത് വീണ്ടും വീടിനുള്ളിലേക്ക് തിരിച്ചു കയറാനായി തുടങ്ങിയപ്പോഴാണ് അവൻ ആ ശബ്ദം വീണ്ടും കേട്ടത്. ഒരു പെണ്ണിൻ്റെ ശബ്ദം. അത് നന്ദുവിൻ്റെ പോലെ. ഇന്ദ്രൻ്റെ നെഞ്ചൊന്നാളി. ആ ശബ്ദം തൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് നിന്നാണെന്ന് വന്നതെന്ന് മനസ്സിലായതും ഇന്ദ്രൻ്റെ കാലുകൾ അങ്ങോട്ടേക്കായി. തറവാടിന് ചുറ്റുമായി സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകളിൽ നിന്നും വരുന്ന വെളിച്ചം മുറ്റം മുഴുവനുമായി പരക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ നടത്തം വേഗത്തിലായി. അടുക്കളയുടെ വശവും കഴിഞ്ഞ് മുന്നോട്ടേക്ക് ചെന്നപ്പോഴാണ് അവിടെ തൊഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരനക്കം അവൻ കാണുന്നത്. ആരാത്? തൊഴുത്തിൻ്റെ വാതിലിനരികിൽ നിൽക്കുന്ന നിഴലനക്കത്തിലേക്ക് നോക്കി ഇന്ദ്രൻ ഇത്തിരി ഉച്ചത്തിൽ തന്നെ വിളിച്ചു ചോദിച്ചു. പക്ഷേ അവന് മറുപടിയൊന്നും തിരികെ കിട്ടിയില്ല. ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? ശത്രുക്കൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് അവൻ കാലുകൾ മുന്നോട്ടേക്ക് നീക്കിയതും. പക്ഷെ തൊഴുത്തിൻ്റെ വാതിലിൻ്റെ സമീപത്തേക്ക് ചെന്ന ഇന്ദ്രൻ അവിടെ കണ്ട കാഴ്ചയെ സ്തബ്ധനായി നിന്നുപോയി. പശുക്കൂടിൻ്റെ വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ ചാരി നിന്ന് മുഖം പൊത്തിക്കരയുന്ന നന്ദു. അസമയത്ത് അവിടെ നിന്ന് പൊട്ടിക്കരയുന്നവൾ ഇന്ദ്രനിൽ വല്ലാത്ത ആശങ്ക പരത്തി. എടി, ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ലേ എന്ന പോലുള്ള അവളുടെ നിൽപ്പ് കണ്ടതും ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. എന്താടി ഈ അസമയത്ത് നീ എന്താ എവിടെ? എന്തിനാ കരയുന്നേ? ആദ്യോടെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നവൻ ആ പെണ്ണിൻ്റെ കൈത്തുടയിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തി ചോദിച്ചു. അത്രയും നേരം പേടിയോടെ കരഞ്ഞുകൊണ്ടിരുന്ന നന്ദുവിൻ്റെ കണ്ണുകൾ ആ ഒരുവനെ പൊടുന്നനെ മുൻപിൽ കണ്ടതും ആശ്വാസത്തോടെ ഒന്ന് ചിമ്മി അടച്ചു. അത് ഞാൻ... നന്ദു എന്തൊക്കെയോ അവനോട് പറയാനുമായി ശ്രമിച്ചുവെങ്കിലും അവളുടെ ഏങ്ങലടിയിൽ അത് പുറത്തേക്ക് വന്നില്ല. എന്താടി, എന്താന്ന് വെച്ചാൽ പറയ്. അരുതാത്തത് വല്ലതും അവൾക്ക് സംഭവിച്ചോ എന്നായിരുന്നു ഇന്ദ്രജിത്തിൻ്റെ അപ്പോഴത്തെ ഭയം മുഴുവനും. പക്ഷേ നന്ദു അവനുള്ള മറുപടി കൊടുക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അവളുടെ കണ്ണുനീരിനെ അവൻ്റെ നെഞ്ചിനെ നനച്ചതും അത്രയും നേരം അന്തിച്ചു നിന്നവൻ അടുത്ത നിമിഷം തന്നെ വേവുന്ന മനസ്സോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കിടി. അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ശാന്തതയും ആദിയും മാറി അവിടെ പൊടുന്നനെ ദേഷ്യം കുമിഞ്ഞുകൂടി. പല കള്ളന്മാരും വന്നോ? അതോ ഈ പാവത്തിനെ ആരേലും ഉപദ്രവിച്ചോ? ഇന്ദ്രജിത്തിൻ്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു പോയത് മുൻപിൽ നിൽക്കുന്നവൾ അറിഞ്ഞതേയില്ല. ജിത്തേട്ടാ അവിടെ... അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്താതെ തന്നെ അവൾ അവൻ്റെ പിന്നിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ എന്താ? അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇന്ദ്രൻ തനിക്ക് ചുറ്റും സംശയത്തോടെ നോക്കി. പക്ഷെ അവൾ വിരൽ ചൂണ്ടിയിടത്ത് യാതൊന്നും ഇന്ദ്രജിത്ത് കണ്ടില്ല. തൊഴുത്തിൽ നിന്നും കന്നുകാലികൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോകുവാൻ വേണ്ടി നിർമ്മിച്ച സിമൻറ്റ് കൊണ്ട് ചെരിച്ചു കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ലോപ്പായിരുന്നത്. അങ്ങോട്ടേക്കാണ് പെണ്ണ് വിരൽ ചൂണ്ടുന്നതും. അവിടെ ഒരു പാമ്പ്. മൂർഖനാ. നന്ദന പേടിയോടെ അവനെ നോക്കി പറഞ്ഞു. അത്രയും നേരം ആ പെണ്ണിനെ ഓർത്ത ആദി പൂണ്ടവൻ്റെ കണ്ണുകൾ അവളുടെ ഒറ്റ കരച്ചിലിന് പിന്നിലുള്ള കാരണം കേട്ടതും പുറത്തേക്ക് മിഴിഞ്ഞു വന്നിരുന്നു. ചിത്തേട്ടാ.
ഇന്ദ്രന്റെ വാ പൊളിച്ചുള്ള നിൽപ്പ് കണ്ട് നന്ദു അവന്റെ കൈക്കിട്ട് ആഞ്ഞൊരു തട്ട് കൊടുത്തു. അവളിൽ നിന്ന് ഒരടി പിന്നിലേക്ക് മാറി നിന്നിട്ട് ഇന്ദ്രൻ ആ പെണ്ണിനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. ശേഷം ഏണിന് കൈയും കൊടുത്ത് തൻ്റെ തലയൽപ്പം ഉയർത്തിപ്പിടിച്ചിട്ട് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടു. കുറച്ചു നേരത്തേക്ക് മനുഷ്യനെ നല്ല ജീവനാ ഈ കുരുട്ടടയ്ക്ക് കളഞ്ഞത്. ഇന്ദ്രൻ മനസ്സിൽ പിറുപിറുത്തു. സത്യാജിത്തേട്ടാ. അവൻ്റെ ആ വല്ലാത്ത രീതിയിലുള്ള നിൽപ്പും നോട്ടവും നന്ദുവിൽ തെല്ലൊരു പരിഭ്രമം ഉണ്ടാക്കി. താനിനി നുണ പറയുന്നതെന്ന് ആള് കരുതി കാണുവോ? നന്ദു വിരല് കടിച്ചു. ഞാൻ കണ്ടോ അജിത്തേട്ടാ, ഞാൻ ശരിക്കും കണ്ടതാ. കറുത്ത നിറ, പത്തിയൊക്കെ വിരിച്ച് ദേ ഇവിടെ ഇങ്ങനെ കിടക്കായിരുന്നു. തൊഴുത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായി കെട്ടിയിട്ടിരിക്കുന്ന വീതിയുള്ള സിമന്റ് സ്ലോപ്പിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടവൾ വീണ്ടും വീണ്ടും അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിൽ നിന്നും തന്നെ ഇന്ദ്രന് മനസ്സിലാക്കാമായിരുന്നു നന്ദു എത്രത്തോളം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നത്. എങ്കിലും അവനത് പുറത്തേക്ക് കാട്ടിയില്ല. അത് നിന്റെ കാറിച്ച കേട്ട് പണ്ടേ നാട് വിട്ട് കാണും നന്ദു. അല്ലേല് തന്നെ തെക്കേ വാരത്തെ നന്ദനയ്ക്ക് മുന്നിൽ കരിമൂർക്കം വരെ പത്തി താഴ്ത്തില്ലേ? അവനൊരു കളിയാക്കലോടെ നന്ദുവിനെ നോക്കി മീശ പിരിച്ചു. 1-2 നിമിഷങ്ങൾ ഇനിയും വേണ്ടി വന്നു അവൻ തന്നെ കളിയാക്കിയതാണെന്ന് നന്ദനയ്ക്ക് മനസ്സിലാക്കുവാൻ. അവളുടെ മുഖം വീർത്തു, കണ്ണുകളൊന്ന് കുറുകി. എന്താണ് കുരുട്ടെ അവളുടെ ദേഷ്യത്തോടെയുള്ള ആ നോട്ടത്തിന് കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു വശ്യമായ ചിരിയായിരുന്നു ഇന്ദ്രൻ ഉത്തരമായി കൊടുത്തത്. ശേഷം അവളെ വലിച്ച് തന്നിലേക്ക് അമർത്തി വെച്ചു. എന്നെ വിട്ടേ. അവൻ്റെ കുരുട്ടെയെന്നുള്ള വിളി അവളെ വെകിളി പിടിപ്പിച്ചതും പഴയ നന്ദനയിലേക്ക് ഒരു നിമിഷം കൊണ്ടവൾ പരകായ പ്രവേശനം നടത്തി. നിമിഷങ്ങൾക്ക് മുൻപ് പാമ്പിനെ കണ്ടതും അതിനു മുന്നിൽ പേടിച്ചു വിറച്ച് നിന്നതുമൊക്കെ ഒരു സ്വപ്നം പോലെ പെണ്ണിതിനോടകം മറന്നിരുന്നു. ഉടലോർന്ന് ചേർന്ന് നിൽക്കുന്നവൻ്റെ മുഖത്തെ തെളിഞ്ഞു നിൽക്കുന്ന പരിഹാസത്തിലേക്ക് മാത്രം അവളുടെ ശ്രദ്ധ നീണ്ടു. എന്താടി കുഞ്ഞുണ്ടേ, എന്നെ നോക്കി പേടിപ്പിക്കുന്നോ നീ? തൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നവളുടെ ഉണ്ടക്കവളിന് മുകളിൽ നോവിക്കാത്ത രീതിയിൽ അവൻ്റെ വലതുകൈയുടെ ചൂണ്ടുവിരലും തള്ളവിരലും മുറുകി. വിട്ടേ. ഇന്ദ്രൻ്റെ ഉരുക്കു പോലെയുള്ള വലങ്കൈ കുടഞ്ഞെറിയുവാൻ ശ്രമിച്ചുവെങ്കിലും നന്ദു തീർത്തും പരാജയപ്പെട്ടു പോയി. അടങ്ങി നിൽക്കടി അവിടെ. ഇന്ദ്രൻ്റെ കൈക്കുള്ളിൽ കിടന്ന് അവൾ കുതറിക്കൊണ്ടിരിക്കും. എന്നെ വിടു പ്ലീസ്. എന്തൊക്കെ ചെയ്താലും മുൻപിൽ നിൽക്കുന്നവനോട് ഏറ്റുമുട്ടാൻ കഴിയില്ലെന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാവാം നന്ദു കെഞ്ചിയത്. അപ്പോൾ സമാധാനത്തിൻ്റെ പാതയിൽ കൂടെ പോകാനും നിനക്കറിയാം. ഒരു നിശ്വാസം അകലത്തിൽ നിൽക്കുന്നവളുടെ മുഖത്തേക്ക് ഒന്ന് ഊതിക്കൊണ്ട് ഇന്ദ്രനൊന്ന് ചിരിച്ചു. ഒരു വിജയച്ചിരി. അതിഷ്ടപ്പെടാത്തതുപോലെ നന്ദു തൻ്റെ കണ്ണുകൾ മറ്റൊന്നിങ്ങോട്ടേക്കോ പായിച്ചു. ഇനി പറ, നീ എന്തിനാ ഈ അസമയത്ത് ഇങ്ങോട്ടേക്ക് വന്നേ? അത്രയും നേരമുണ്ടായിരുന്ന കുറുമ്പ് മാറി പെട്ടെന്നാണ് ഇന്ദ്രജിത്ത് ഗൗരവക്കാരനായത്. അത് ഞാൻ അമ്മണി കരഞ്ഞപ്പോഴേ നോക്കാൻ വേണ്ടി വന്നതാ. നന്ദു സങ്കടത്തോടെ പറഞ്ഞു. അമ്മണിയോ? അതാര്? ഇന്ദ്രജിത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. അമ്മണി ആരാണെന്ന് അവന് മനസ്സിലായിരുന്നില്ല. അമ്മണി അറിയില്ലേ? നമ്മുടെ പൂവാലി. ഈ വീട്ടിലെ അമ്മണിയെപ്പോലും നിങ്ങൾക്കറിയില്ലേ എന്ന ഭാവമായിരുന്നു അവക്കപ്പോൾ. ഓ, ഇവിടുത്തെ പശു. എല്ലാം മനസ്സിലായെന്ന പോലെ ഇന്ദ്രൻ അവളെ നോക്കി തലയാട്ടി കാട്ടി. അവൾ വല്ലാതെ കരഞ്ഞപ്പോഴേ നോക്കാൻ വേണ്ടി വന്നാ ഞാൻ. അപ്പോഴാ അത് വന്ന് എന്നെ പേടിപ്പിച്ചേ. ഇത്തിരി മുന്നേ പാമ്പ് കിടന്നിടത്തേക്ക് നന്ദുവിൻ്റെ കണ്ണുകളൊന്ന് പോയി. നീ നടന്നേ. ഇനിയും അവിടെ സംസാരിച്ചു നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതും ഇന്ദ്രൻ തന്നെയാണ് അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടത്തിച്ചത്. വീടിനുള്ളിലേക്ക് കയറി അവളുടെ മുറിക്ക് മുൻപിൽ ചെന്നെത്തുന്നിടം വരെ അവൻ്റെ പിടുത്തം അവളുടെ വലത്തെ കൈക്ക് മുകളിൽ ഉണ്ടായിരുന്നു താനും. ഇനി ആ സമയത്ത് ഏത് അമ്മണി കരഞ്ഞാലും ഒറ്റയ്ക്കിറങ്ങിപ്പോയേക്കല്ല്, കേട്ടല്ലോ. താക്കീതോടെ അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞ് മുകളിലേക്കുള്ള പടികൾ കയറുന്നവനെ ഒരു നിമിഷം നന്ദു കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു. ഇതുവരെയുള്ള കരുതൽ അകന്നത് പോകുന്നത് പോലെയുള്ള ഒരു തോന്നൽ. മുറിയിലേക്ക് കയറി വാതിലടച്ച് കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് കണ്ണുകൾ അടച്ചപ്പോഴും ഇന്ദ്രജിത്തിൻ്റെ രൂപമായിരുന്നു അവളുടെ മനസ്സിൽ തന്നെയും പിന്നെയും തെളിഞ്ഞു നിന്നത്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? സ്വപ്നം കണ്ടു കിടക്കാൻ ഈ നാട്ടിൽ എന്തോരം ചെക്കന്മാരുണ്ട്, എന്നിട്ട് ഈ ഗുണ്ടയുടെ മോൻ മാത്രം എന്താ ഇങ്ങനെ വരണേ?
ആ രാത്രി ഏറെ വൈകിയാണ് നന്ദന ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാനും അവൾ താമസിച്ചു. അയ്യോ, നേരം പോയല്ലോ. എൻ്റെ കൃഷ്ണ, മണി 9 ഒരു വെപ്രാളത്തോടെ കുളിയും കഴിച്ച് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയവൾ നേരെ അടുക്കളയിലേക്കാണ് പാഞ്ഞു ചെന്നത്. പക്ഷെ പതിവ് പോലെ മാലതി അവിടെ അവൾക്കെങ്ങും കാണാൻ സാധിച്ചില്ല. നാണിമേ, തമ്പുരാട്ടിയെ കണ്ടോ? അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന നന്ദു അവിടെ ഇരുന്ന് ചക്ക കണ്ടിച്ചുകൊണ്ടിരുന്ന പണിക്കാരിയോട് തിരക്കി. അപ്പോൾ കൊച്ചു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? കൊച്ചിനോട് അവരാരും ഒന്നും പറഞ്ഞിട്ടല്ലേ പോയേ? ചുള അടർത്തി അതിൽ നിന്നും കുരു പറിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഇടുന്നതിനിടയിൽ നാണി അവളെ സംശയത്തോടെ മുഖമുയർത്തി നോക്കി ചോദിച്ചു. എന്താ നാണിമേ? അടുക്കള വാതിൽക്കൽ നിന്ന നന്ദു അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു. തമ്പുരാട്ടി എവിടെ പോയാലും തന്നോട് പറയാതെ പോകുന്ന ശീലമില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇവിടുത്തെ ഇന്ദ്രൻകുഞ്ഞിനെ ഒരു കല്യാണാലോചന. എല്ലാവരും രാവിലെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയേക്കുക. ഇവിടുത്തെ ആ തമ്പുരാട്ടിയുടെ അകന്ന ബന്ധത്തിലുള്ള കുടുംബക്കാരാണെന്നാ പറഞ്ഞു കേട്ടത്. അല്ലേ തന്നെ എന്നും തല്ലും വഴക്കുമായിട്ട് നടക്കുന്ന ഈ ഇന്ദ്രൻകുഞ്ഞിന് ഈ നാട്ടിൽ നിന്ന് ആര് പെണ്ണ് കൊടുക്കാനാ? നാണി പറഞ്ഞത് മുഴുവനും അവൾ കേട്ടില്ല. ശ്രീമംഗലം തറവാട്ടിലെ ഇന്ദ്രജിത്ത് വർമ്മയ്ക്ക് പെണ്ണ് കാണൽ, അതൊന്നു മാത്രം അവളുടെ തലയ്ക്കുള്ളിൽ കിടന്ന് കറങ്ങി. എന്തുകൊണ്ടോ ഹൃദയം നുറങ്ങുന്നൊരു വേദന അവൾക്കപ്പോൾ ഉണ്ടായി. കൊച്ചെ, നിനക്കുള്ള പാതലേ തമ്പുരാട്ടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്നോടെടുത്ത് കഴിക്കാൻ പറയാൻ പറഞ്ഞു. അവരെ ഉച്ചയ്ക്ക് മുൻപ് എത്തൂന്നാ പറഞ്ഞിട്ട് പോയേക്കുന്നേ. നാണി പിന്നിൽ നിന്നും വിളിച്ചു പറയുന്ന ഒന്നും നന്ദു കേട്ടില്ല. അപ്പോഴേക്കും അവൾ ഓടി തന്നെ മുറിയിലേക്ക് കയറി കഥകൾ വലിച്ചടച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് ബെഡിൻ്റെ മേലേക്ക് വീണ് എന്തിനെന്ന് പോലും അറിയാതെ പൊട്ടിക്കരഞ്ഞു. ശ്രീമംഗലത്തെ ഇന്ദ്രജിത്ത് വർമ്മ പെണ്ണ് കാണാൻ പോയാൽ ഞാനെന്തിനു കരയണം? എനിക്കെന്തിനു സങ്കടം വരണം? വാശിയോടെ കവിളിൽ പടരുന്ന കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ടും അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും പെയ്തുകൊണ്ടിരുന്നു. കൃഷ്ണ, ഇനി ഞാൻ ചിത്തേട്ടനെ പ്രണയിക്കുന്നുണ്ടോ? ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും ഉണ്ണിമായ ബെഡിൽ ഞെട്ടിപ്പിണഞ്ഞ് എഴുന്നേറ്റിരുന്നു പോയി. ആ ഒരു ചിന്ത പോലും അവളെ പേടിപ്പെടുത്തിയിരുന്നു. ആകെ ഉണ്ടായിരുന്ന തൻ്റെ മുത്തശ്ശി ഈശ്വരൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഒറ്റയ്ക്കാക്കി പോയ എന്നെ ഏറ്റെടുത്ത് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നവരാണ്, അഭയം തന്നവരാണ്. മോളെപ്പോലെ എന്നും പറഞ്ഞ് ശ്രീമംഗലം തറവാട്ടിലെ സർവ്വസ്വാതന്ത്ര്യങ്ങളും തനിക്ക് നേരെ നീട്ടിയവരാണ്. ആ അവരുടെ മകനോടാണ് തനിക്ക് പ്രണയം തോന്നിയത്. അങ്ങനെ ചിന്തിക്കുവാൻ പോലുള്ള അർഹത തനിക്കുണ്ടോ? ആശ്രയം തന്നവരോട് കാട്ടുന്ന വിശ്വാസവഞ്ചന ആവില്ലേ ഇത്? അടുക്കളക്കാരി കെട്ടിലമ്മ ചമയാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും തന്നെ വെറുക്കും. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ചെന്ന് കയറി കിടക്കാൻ പോലും ഒരിടം ഇല്ലാത്ത അനാഥ പെണ്ണാണ് ഞാൻ. സ്വന്തം അഹങ്കാരം ഓർത്തവൾ നീറി നീറി ഉരുകി. ഈ ഒരിഷ്ടം ചിത്തേട്ടിൽ അറിഞ്ഞാലോ? ആ ഒരു കാര്യം ഓർക്കാൻ പോലും അവൾക്ക് പേടിയായിരുന്നു. കൃഷ്ണ, എന്നോട് ക്ഷമിക്കണേ. അറിയാതെ ഇഷ്ടപ്പെട്ടു പോയതാ, മറക്കാൻ പറ്റുന്നില്ല. അവൾ ഓരോന്നും പദം പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. ഇല്ല, ശ്രീമംഗലത്തുകാരോട് ഒരിക്കലും ഞാൻ ഈ ചതി ചെയ്യില്ല. എനിക്ക് മാത്രം തോന്നിയ ഇഷ്ടം എന്നെ മനസ്സിലാക്കിയാൽ മതി. ആരോരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചാൽ മതി. ആരും അറിയണ്ട, ആരും. എത്ര നേരം അവൾ ആ കരച്ചിലിരുന്ന് കരഞ്ഞെന്നറിഞ്ഞില്ല. കുറേയേറെ നേരം കരഞ്ഞപ്പോൾ മനസ്സൊന്നും ശാന്തമായതുപോലെ. പൊടുന്നനെയാണ് പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം അവൾ മുറിയിലിരുന്ന് കേട്ടത്. പോയി നോക്കാതെ തന്നെ നന്ദുവിന് അറിയാമായിരുന്നു വന്നത് പെണ്ണ് കാണാൻ പോയ ശ്രീമംഗലത്തുകാര് ആയിരിക്കുമെന്ന്. മുഖം വെത്തം നീര് വെച്ചതുപോലെയാണ് ഇരിക്കുന്നത്. എങ്കിലും മുറിയടച്ച് അതിനുള്ളിൽ ഇരുന്നാൽ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള പേടി കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി മുഖം കഴുകി തുടച്ചിട്ട് വാതിൽ തുറന്നു പുറത്തേക്ക് ഇറങ്ങി ചെന്നു. എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കണേ? നീ കരഞ്ഞോ നന്ദുവേ? ഹാളിലേക്ക് ഇറങ്ങിയില്ല. അതിനു മുൻപേ തന്നെ അവിടെ ഇട്ടിരിക്കുന്ന സെറ്റിയിലിരിക്കുന്ന ശ്രീമംഗലത്തെ വിശ്വനാഥൻ്റെ ആദ്യോടെയുള്ള ചോദ്യമാണ് അവളെ തേടി ചെന്നത്. അയാളുടെ അടുത്തിരിക്കുന്ന മാലതിയുടെ കണ്ണുകളും അവളെ കണ്ടപ്പോൾ സംശയത്തോടെ ഒന്ന് ചുരുങ്ങി. അത് നല്ല തലവേദന, ഇപ്പോൾ കുറവുണ്ട്. മുഖത്തൊരു ചിരി വരുത്തി നന്ദന. ഒന്ന് പറയാൻ മേലായിരുന്നോ കുഞ്ഞെ? നീ രാവിലെ എഴുന്നേക്കാൻ താമസിച്ചപ്പോൾ തന്നെ ഞാൻ ഓർക്കണമായിരുന്നു. മാലതി ഒരു കുറ്റബോധത്തോടെ അപ്പോൾ തന്നെ അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു.
എന്നിട്ട് അവളുടെ നെറ്റിയിലും നെറുകയിലുമായി അവരുടെ വിരലുകൾ ഓടിച്ചു. സാരില്ല തമ്പുരാട്ടി, ഇപ്പൊ കുറവുണ്ട്. അവരുടെ തലോടലുകൾക്ക് പോലും തൻ്റെ ഉള്ളിലെ വേദനയെ കുറയ്ക്കാൻ കഴിയുന്നില്ലെന്ന് നന്ദു ഒട്ടൊരു ആശ്ചര്യത്തോടെ അപ്പോൾ ചിന്തിച്ചു. മോള് എല്ലാം കഴിച്ചായിരുന്നോ? വിശത്തിനും സങ്കടായിരുന്നു. കഴിച്ചു, ഞാൻ കിടക്കായിരുന്നു. തന്നെ ഓർത്ത് ഇത്രയും ആകുലപ്പെടുന്നവരെ ഓർത്ത് നന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എന്നാ മോള് പോയി കിടന്നോ, പൊയ്ക്കോ. കഞ്ഞിയാകുമ്പോൾ ഞാൻ വന്ന് വിളിച്ചേക്കാം. മാലതി അവളെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെയായിരുന്നു നന്ദുവിൻ്റെ പ്രവൃത്തി. അപ്പോൾ തന്നെ അവൾ തൻ്റെ മുറിയിലേക്ക് കയറി വാതിലകത്തു നിന്ന് അടച്ചു പൂട്ടി. ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടായിരുന്നു അവൾക്കപ്പോൾ. പക്ഷേ കണ്ണ് നിറച്ച് വിതുമ്പിക്കൊണ്ട് തിരിഞ്ഞവൾ കാണുന്നത് തൻ്റെ കട്ടിലിന് മുകളിൽ കയറിക്കിടക്കുന്ന ഇന്ദ്രജിത്തിനെ ആയിരുന്നു. ഇടത്തെ കൈമുട്ട് കിടക്കയിൽ കുത്തി നിർത്തിയിട്ട് തല കൈപ്പത്തിയിൽ താങ്ങി തന്നെ നോക്കി ചെരിഞ്ഞു കിടക്കുകയാണ് ആള്. ബെഡിൻ്റെ അരികിലായി ചെന്ന് നിന്നവൾ ഒരു നിമിഷം കരയാൻ പോലും മറന്നുപോയി എന്നാണ് സത്യം. എന്താടി കുരുട്ടെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? പറച്ചിലിനൊപ്പം തന്നെ വലത് കൈകൊണ്ട് അവളെ വലിച്ച് തൻ്റെ ദേഹത്തേക്ക് ഇടുകയും ചെയ്തിരുന്നു ഇന്ദ്രജിത്ത്. ആഹ്! പേടിച്ചു വിറച്ചുകൊണ്ടവൾ അവൻ്റെ ദേഹത്തിന് മുകളിലായി തന്നെ ചെന്ന് ലാൻഡായി. എൻ്റെ കുഞ്ഞപ്പു എന്തിനാ കരഞ്ഞേ? അവളെയും കൊണ്ടൊന്നുരുണ്ട് അവൾക്ക് മേലായി ഭാരം കൊടുക്കാതെ കിടന്നവൻ. നന്ദുവിൻ്റെ മുഖം ചുവന്നു. എന്നെ വിട്ടെ, ഞാൻ കരഞ്ഞില്ല. കണ്ണുകൾ അവനിൽ നിന്നും മാറ്റി അവനുള്ള മറുപടി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ദ്രനടിയിൽ കിടന്ന് നന്ദു ഒന്ന് കുതറി. ഹ, കിടക്കെൻ്റെ പെണ്ണെ, എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറ, നീ കരഞ്ഞില്ലെന്ന്. അവളുടെ കവളിന് കുത്തിപ്പിടിച്ചിട്ട് അവളുടെ മുഖം ഇന്ദ്രൻ തനിക്ക് നേരെയാക്കി. എന്നിട്ടും കണ്ണുകൾ ഉയർത്തി അവനെ നോക്കാൻ നന്ദു കൂട്ടാക്കിയില്ല. തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവൻ കണ്ണുകളിൽ കൂടി ചൂഴ്ന്നെടുത്താലോ എന്നൊരു പേടി. നോക്കടി പുല്ലേ ഇങ്ങോട്ട്. നന്ദുവിൻ്റെ കണ്ണുകൾ തന്നിലേക്ക് നീളുന്നില്ലെന്ന് കാണേ ഇന്ദ്രൻ്റെ ഒച്ചയൊന്ന് കടുത്തു. നന്ദു ഒരു ഞെട്ടലോടെ ഒരു വിരലിൻ്റെ അകലത്തിൽ നിൽക്കുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് അപ്പോൾ ഉറ്റുനോക്കി. എന്തിനാ നീ കരഞ്ഞേ? ഒട്ടും ശാന്തതയില്ലായിരുന്നു ആ ചോദ്യത്തിൽ. എനിക്ക് തലവേദനയായിട്ടാ. ആ കണ്ണുകളിലേക്ക് നോക്കി കള്ളം പറയാൻ കഴിയാത്തത് കൊണ്ട് നന്ദുവിൻ്റെ വാക്കുകളൊന്ന് പതറി. ആണോ? അതാണോ കാരണം? അലറിയുള്ള ആ ചോദ്യത്തിനോടൊപ്പം തന്നെ ഇന്ദ്രൻ്റെ വലങ്കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയിരുന്നു. അവളുടെ നെഞ്ചൊന്ന് ഉയർന്നു പൊങ്ങി. കള്ളം പറയുമ്പോൾ എതിര് നിൽക്കുന്ന ആരാന്ന് കൂടി നീ ഓർക്കണം നന്ദന. പല്ല് ഞെരിച്ച് പറയുന്നവൻ്റെ നോട്ടത്തിൽ തീഷ്ണതയിൽ താൻ ഒരുക്കിപ്പോകുമോ എന്ന് പോലും അവൾ ഭയന്നു. തൻ്റെ ഇഷ്ടം പറയാനും പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. നന്ദു ഏങ്ങി ഏങ്ങി കരഞ്ഞുപോയി. എന്നെ അത്രയ്ക്കിഷ്ടമാണോടി നത്തേ നിനക്ക്? പൊടുന്നനെയാണ് അവളുടെ കമ്മലടക്കം ചെവിത്തുമ്പ് ഇന്ദ്രനൊന്ന് നുണഞ്ഞു വിട്ടത്. നന്ദുവിൻ്റെ ശ്വാസം പോലും നിലപ്പിക്കുന്ന പ്രവൃത്തി. അവളുടെ കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നുപോയി. എൻ്റെ ഇഷ്ടം ജിത്തേട്ടൻ എങ്ങനെ അറിഞ്ഞു? മനസ്സിൽ ഞൊടിഞ്ഞതിനോടൊപ്പം തന്നെ മിഴിഞ്ഞ കണ്ണുകളോടെ അവന് നേരെ നോട്ടം എറിഞ്ഞു പെണ്ണ്. പറയടി, ഈ താന്തോന്നിയെ നിനക്ക് ഇഷ്ടമല്ലേ? ഇത്തവണ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. നന്ദു ഉത്തരവൊന്നും പറഞ്ഞില്ല. അവനെ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. നീ പറയാതെ തന്നെ എനിക്കറിയാം ഈ അടയ്ക്കാക്കുരുവിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. സത്യമല്ലേ? നന്ദുവിൻ്റെ വലത്തെ കവിളിന് മുകളിൽ ഇന്ദ്രൻ്റെ വിരലുകൾ ഓടി നടന്നു. ഞാനത് അല്ല, എനിക്കിഷ്ടമല്ല. എന്തോ ചോദിക്കുവാൻ വേണ്ടി തുനിഞ്ഞവളുടെ മനസ്സിൽ പൊടുന്നനെയാണ് വിശ്വനാഥൻ്റെയും മാലതി തമ്പുരാട്ടിയുടെയും മുഖം തെളിഞ്ഞു വന്നത്. അത്രയും നേരം ഇന്ദ്രന് വിധേയായി കിടന്നവൾ അടുത്ത നിമിഷം തന്നെ അവനെ തള്ളി മാറ്റിയിട്ട് എഴുന്നേൽക്കുവാനും ഒരു ശ്രമം നടത്തി. അടങ്ങി കിടക്കടി അവിടെ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അവളെ ഒന്നും കൂടി ബെഡിലേക്ക് അമർത്തിയവൻ. നന്ദുവിൻ്റെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ ഓളം വെട്ടി. ശ്രീമംഗലത്ത് ഇന്ദ്രജിത്ത് വർമ്മയ്ക്കൊരു പെണ്ണുണ്ടെങ്കിലേ അത് തെക്കേവാരത്തെ നന്ദനാവാര്യർ തന്നെയായിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. ഇന്ദ്രൻ്റെ കണ്ണുകളിൽ ഒരു പ്രണയസാഗരം തന്നെ ഉണ്ടായി. പക്ഷെ അവൻ്റെ ആ വാക്കുകൾ കേട്ട് നന്ദന ഞെട്ടിത്തരിച്ചുപോയി. ജിത്തേട്ടന് തന്നെ ഇഷ്ടമാണെന്ന്. കൃഷ്ണ, ഇതൊക്കെ സത്യമാണോ? സന്തോഷവും സങ്കടവും കൊണ്ട്
പെണ്ണിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. എനിക്കറിയാം നിനക്കും എന്നെ ഇഷ്ടമാണെന്ന്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് തോന്നുക എന്നുള്ള ചിന്ത കൊണ്ടാണ് നീ അന്ന് തുറന്നു പറയാത്തതെന്നും. എങ്കിൽ ചെവി തുറന്ന് കേട്ടോ, അവർക്കും ഈ കുരുട്ടിനെ വലിയ ഇഷ്ടമാണെന്ന്. തന്നെ ഉറ്റു നോക്കുന്നവളുടെ നിറഞ്ഞ മിഴികൾ തുടച്ചു കൊടുത്തിട്ട് ഇന്ദ്രജിത്ത് അവളുടെ കാതിൽ മെല്ലെ രഹസ്യം പോലെ പറഞ്ഞു. ഇത്തവണ നന്ദുവിൻ്റെ ഞെട്ടൽ അവിടെ പൂർണ്ണായി. തമ്പുരാട്ടിക്ക് സാറിന് എന്നെ ഇഷ്ടമാണെന്നോ? അവൾ വിശ്വാസം വരാത്ത പോലെ അവനെ ഉറ്റുനോക്കി. അതിലുപരി അവളെ ചിന്തിപ്പിച്ചത് അവൻ്റെ മനസ്സിലുള്ള ചിന്തകളെല്ലാം ഈ ഒരുവൻ എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു. നിങ്ങളൊരു മായാജാലക്കാരനാണോ? നന്ദുവിൻ്റെ ഹൃദയം ഉച്ചത്തിലും പിടിച്ചു. എന്നെ ഉണ്ടാപ്പിക്കൊന്നും പറയാനില്ലേ? അവൻ ആ പെണ്ണിൻ്റെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി വെച്ചുകൊണ്ടായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അവൻ്റെ ആ ചുംബനം തൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു ആ പെണ്ണ് സ്വീകരിച്ചത്. എങ്കിലും അർഹതയില്ലാത്തത് ആഗ്രഹിക്കാൻ അവളുടെ മനസ്സ് അപ്പോഴും വിസമ്മതിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവളിൽ നിന്നൊരു ഉത്തരവും വന്നില്ല. എന്താടി കുരുട്ടടയ്ക്ക്? ഞാനൊരു താന്തോന്നി ആയോണ്ടാണോ നീ ഒരു ഉത്തരം തരാത്തത്? അതോ ഞാൻ വല്ലോൻ്റെയും കത്തിക്ക് തീരെയെന്ന് ചിന്തിച്ചാണോ? ഇന്ദ്രനെ പൂർത്തിയാക്കുവാൻ നന്ദു സമ്മതിച്ചില്ല. അതിനു മുന്നേ തന്നെ അവളുടെ കൈപ്പത്തിയുടെ ഉൾഭാഗം അവൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഇങ്ങനൊന്നും പറയല്ലേ എന്ന രീതിയിൽ. അവനെ നോക്കുന്ന ആ കരിമിഴി കണ്ണുകളിലും അവനോടുള്ള അടക്കാനാവാത്ത പ്രണയം തന്നെയായിരുന്നു. ആഹ്! പെട്ടെന്നാണ് പെണ്ണിൻ്റെ കൈക്കൊള്ളം ഇന്ദ്രൻ നാവുകൊണ്ട് നുണഞ്ഞു വിട്ടത്. ഷോക്കടിച്ചതുപോലെ നന്ദു തൻ്റെ കൈ പിന്നിലേക്ക് വലിച്ചെടുക്കുമ്പോൾ പെണ്ണിൻ്റെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു. ഇനി പറയടി, ഈ കഴുത്തിൽ ഞാനൊരു താലി കെട്ടിക്കോട്ടെ? വ്രീളാവിവശയായി തനിക്കടിയിൽ കിടക്കുന്നവളുടെ കഴുത്തിടുക്കിൽ ഇന്ദ്രൻ്റെ വിരലുകൾ ഓടി നടന്നു. ചിത്തേട്ടാ! നന്ദു ഇക്കിളി കൊണ്ട് പൊങ്ങിപ്പൊടിഞ്ഞു. നീ വേഗം പറയേ, അല്ലെങ്കിൽ ശിക്ഷ ഇനിയും കൂടുവേ. ഇത്തവണ വിരലുകൾ മാറി അവിടെ ഇന്ദ്രൻ്റെ ചുണ്ടുകളിൽ കളമെഴുതി തുടങ്ങി. ജിത്തേട്ടാ! അവള് കഴുത്ത് വെട്ടിക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല. നീ പറയുന്ന കുഞ്ഞെ? ഇനി ആ പാവത്തിനെ ഇട്ട് കളിപ്പിക്കാൻ അവന് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും പെണ്ണ് കാണാൻ പോയതോ? അവൾ മറുപടി കൊടുക്കുന്നതിന് പകരം ചോദിച്ചത് മറ്റൊരു ചോദ്യമായിരുന്നു. അതിനാര് പോയി? കള്ളത്തരം ഒളിപ്പിച്ചു വെച്ച ഒരു ചിരി അപ്പോൾ നന്ദൻ ഇന്ദ്രൻ്റെ മുഖത്ത് വിടർന്നു. ഇന്ന് രാവിലെ പോയില്ലേ? നന്ദുവിൻ്റെ കണ്ണുകളിൽ സംശയം നിഴലാടി. ഞങ്ങളൊന്നേ അമ്പലത്തിൽ പോയതടി ഉവ്വേ. പോരുന്ന വഴിക്ക് നിൻ്റെ കാര്യം അച്ഛനോടും അമ്മയും പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെ? കൂട്ടിക്കോട്ടെ, ഞാൻ എൻ്റെ പ്രാണനായി. അവൻ തൻ്റെ മീശ പിരിച്ചുകൊണ്ട് തനിക്കടിയിൽ കിടക്കുന്നവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ നാണിയമ്മയോട് പറഞ്ഞതോ? അവളുടെ സംശയം പിന്നെയും മാറിയില്ല. അത് പിന്നെ ഞാനൊരു നമ്പർ ഇട്ടതല്ലേടി ഉണ്ടപ്പാത്രേ. എന്നാലല്ലേ എൻ്റെ കുഞ്ഞാപ്പിയുടെ വായിന്ന് എന്നോടുള്ള ഇഷ്ടം പുറത്തു വരൂ. എനിക്ക് പൊക്കമില്ല, ഞാൻ കുരുട്ടല്ലേ. അവന് പിടികൊടുക്കാതെ നന്ദു വീണ്ടും ഒളിച്ചു കളിച്ചു. കുരുട്ടാണെങ്കിൽ എന്ത്? നീ എൻ്റെ പോക്കറ്റ് സൈസ് ഡൈനാമൈറ്റ് അല്ലേടി. മലർന്നു കിടന്നിട്ട് ആ ഒരുവളെ തൻ്റെ വലിപ്പമുള്ള നെഞ്ചിലേക്ക് കയറ്റി കിടത്തിയവൻ നന്ദു അവനിലേക്ക് പമ്മി കിടന്നു. അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ അവസാനിച്ച് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും വേണം. പിന്നെ ഇത് കേൾക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പം ബൈ ബൈ.